Yeah. Yeah. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂപ്പാണ്. ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഫോർ ലൂപ്പിനെ പറ്റിയിട്ടാണ്. എന്താണ് ഈ ഒരു ഫോർ ലൂപ്പ്, എന്തിനാണ് ഈ ഒരു ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ച സമയത്തിന് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ പഠിച്ചു. ഓക്കെ, ഈ ഒരു റെപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ എ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ പറഞ്ഞ സ്ട്രിങ്ങിൽ നമുക്ക് റെപ്ലിക്കേഷൻ ചെയ്യാം. എ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇപ്പോൾ ഒരു 3 പ്രാവശ്യം നമ്മൾ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? A*3 കൊടുക്കുമ്പോൾ എ എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു റെപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്കിത് ഫോർ ലൂപ്പ് വഴി ചെയ്യാം. അതുകൊണ്ട് നമുക്ക് A*3 എന്നുള്ള കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫോർ ലൂപ്പ് .py എന്ന് പറഞ്ഞ ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ A എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തെന്ന് വിചാരിച്ചോ. എ എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ അകത്ത് എ എന്ന് പറയുന്ന സ്ട്രിങ് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ റിപ്ലിക്കേഷനിൽ എന്താണ് ചെയ്തിരുന്നത്? A പ്രിന്റ് A*3. ഓക്കെ, A*3 കൊടുത്തപ്പോൾ എന്താണ് ഇവിടെ പ്രിന്റ് ആയിട്ടുള്ളത്? A*3 പ്രിന്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, സേവ് ചെയ്യുക, കൺട്രോൾ എസ് സേവ്, ഫോർ ലൂപ്പ് .py. ഓക്കെ, എ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഓക്കെ, ഇതാണ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത്. ഈ സെയിം രീതി തന്നെ നമുക്ക് ഫോർ ലൂപ്പ് വെച്ചിട്ട് ചെയ്യാം. നമ്മൾ ഫോർ ലൂപ്പിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പൈത്തണിൽ നമുക്ക് ചെയ്യേണ്ടത്? അപ്പോൾ ഫോർ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതായത് നമ്മളിപ്പോൾ സിയിലാണെന്നുണ്ടെങ്കിൽ എയിലാണെന്നുണ്ടെങ്കിൽ i = 0, i <= 10, i++ ഒന്നും നമ്മൾ കൊടുക്കത്തില്ലേ. അതിന് പകരം ആ ഒരു ഓട്ടോമാറ്റിക്കലി ആ ഒരു ഈ ഐ എന്ന് പറയുന്ന വാല്യൂ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഓരോ ഇറ്ററേഷനിൽ ഈ ഐ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഈ ഐ എല്ലാം നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. എ കൊടുക്കാം, ബി കൊടുക്കാം, സി കൊടുക്കാം, ഡി കൊടുക്കാം, എന്ത് വേണോ നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പം ഞാൻ അഖിലെന്ന് എൻ്റെ പേര് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വേരിയബിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിവിടെ സിമ്പിളായിട്ട് ഞാൻ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തു. ഫോർ ഐ ഇൻ റേഞ്ച് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, റേഞ്ച്. ഓക്കെ, നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എനിക്ക് 10 പ്രാവശ്യം ഈ ഒരു ലൂപ്പ് റൺ ആവണമെന്നുണ്ടെങ്കിൽ ഫോർ ഐ ഇൻ റേഞ്ച് 10 ഞാൻ കൊടുക്കും. ഓക്കെ, ഈ 10 എന്ന് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് വർക്ക് ആവണമെന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ വർക്ക് ആവത്തുള്ളൂ. 10ന് ജസ്റ്റ് മുമ്പുള്ള വരെ വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, നമ്മൾ ആ ഒരു ഇൻഡെക്സിങ്ങിൻ്റെ സെയിം രീതി തന്നെയാണ്. ഇവിടെ നമ്മൾ എത്ര കൊടുക്കുന്നോ അതിൻ്റെ ജസ്റ്റ് മുമ്പുള്ളവരെ വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പൈത്തണിൽ നമ്മൾ ഒരു ഫോർ ലൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഫോർ ഐ ഇൻ റേഞ്ച് 10, അതായത് നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് 10 പ്രാവശ്യം റൺ ആവണമെന്നുണ്ടെങ്കിൽ ഐ എന്ന് പറയുന്ന വേരിയബിള് ഇൻ റേഞ്ച് 10, 10 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ അകത്താണ് ഈ ഒരു ഐ വരുന്നത്. അപ്പോൾ ഐന് ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, ഈ ഒരു ലൂപ്പിൽ ആദ്യം ഐൻ്റെ വാല്യൂ 0 ആയിരിക്കും. പിന്നെ അടുത്ത പ്രാവശ്യം ഇത് കറങ്ങി വരുമ്പോൾ ലൂപ്പിൻ്റെ വാല്യൂ ഐ ഓട്ടോമാറ്റിക്കലി അത് 1 ആയിട്ട് മാറും. ഓക്കെ, മറ്റേല് നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്? നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ ഇപ്പം സീല് വല്ലതും ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്? ഫോർ i = 0, i <= 10, അല്ലെന്നുണ്ടെങ്കിൽ i <10, i++, ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, i++. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മൾ ഫോർ ലൂപ്പ് നമ്മൾ സിയിലാണെന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒറ്റ ലൈനിലാണ് നമ്മൾ ഇത്രയും തീർക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ തീർത്തു. നമുക്ക് വേണ്ട i <= 10. ഓക്കെ, ഈ ലൂപ്പ് വർക്കാവണം ഏതുവരെ? i <10 വരെ വർക്കാവണം. അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. i എന്ന് പറയുന്ന വേരിയബിൾ ഓട്ടോമാറ്റിക്കലി =0 ആയിട്ട് അത് അസൈൻ ആവും. ഓട്ടോമാറ്റിക്കലി അത് അടുത്ത ലൂപ്പായിട്ട് i++ ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് സിമ്പിളാക്കി ഇതിൻ്റെ അകത്ത് വന്നു. ഓക്കെ, അപ്പോൾ ഫോർ ഐ ഇൻ റേഞ്ച് 10 പ്രിന്റ് എ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇത് പ്രിന്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 10 പ്രാവശ്യം എ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വരും. ഓക്കെ, ഫോർ ലൂപ്പ് .py. അപ്പോൾ നമുക്ക് 10 പ്രാവശ്യം ഈ എ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും A*3 കൊടുത്തപ്പോഴത്തേക്കും സെയിം ലൈനിൽ തന്നെയല്ലോ എല്ലാം പ്രിന്റ് ആയി വന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സെയിം ലൈനിൽ തന്നെ ഈ ഒരു ലൂപ്പ് വർക്കാവാൻ വേണ്ടിയിട്ട് കോമ ഇട്ടതിന് ശേഷം
END ഈക്വൽ ടു രണ്ട് സിംഗിൾ കോട്ട്സ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു സെയിം ലൈനിൽ തന്നെ ഇതെല്ലാം പ്രിന്റ് ആയി വരുന്നതായിരിക്കും. ഓക്കെ, കണ്ടോ? 10 പ്രാവശ്യം 1 2 3 4 5 6 7 8 9 10 പ്രാവശ്യം എ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ റേഞ്ച് ഫംഗ്ഷൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് എത്രത്തോളം ആ ഒരു നമ്പർ ഈ ഒരു ലൂപ്പ് റൺ ആവണോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റേഞ്ച് ഫംഗ്ഷൻ നമ്മൾ കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഈ ഒരു ഐ ആണ് പ്രിന്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 4i in range 10 പ്രിന്റ് ഐ. അതിന്റെ അർത്ഥം എന്താണ്? ഐന്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഞാൻ പറഞ്ഞു 10 എന്ന് പറഞ്ഞാൽ 0 1 2 3 up to 9 വരെ അതിൻ്റെ അകത്ത് റൺ ആവുന്നത്. ഓക്കെ, അപ്പം ഐന്റെ വാല്യൂ ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 1 2 up to 0 1 2 3 up to 9 വരെ നമുക്ക് ഇവിടെ പ്രിന്റ് ആവുന്നതായിരിക്കും. കണ്ടോ? 0 1 2 3 up to 9 വരെ നമുക്ക് ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് വേറെ പാരാമീറ്റർ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. സ്റ്റാർട്ടിങ് നമുക്കിപ്പോൾ ഐന്റെ ഇനിഷ്യൽ വാല്യൂ നമുക്ക് ഓട്ടോമാറ്റിക്കലി 0 ആയിട്ടാണ് അസൈൻ ആവുന്നത്. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു 0 ആയിട്ടാണ് ഇനിഷ്യലി അസൈൻ ആവുന്നത്. ഇൻ കേസ് നമുക്ക് ഐന്റെ വാല്യൂ നമുക്ക് 2 തൊട്ട് റൺ ആയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് 2 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം 10 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഐന്റെ ഇനിഷ്യൽ വാല്യൂ ആദ്യം അസൈൻ ആവുന്ന 2 ആണ്. അതിനുശേഷം അപ് ടു 10 വരെ റൺ ആവുന്നത്. 10 എന്ന് പറഞ്ഞാൽ 10ന് ജസ്റ്റ് മുമ്പ്, അതായത് 9 വരെ റൺ ആവും. ഓക്കെ, ഇനി നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 2 തൊട്ടായിരിക്കും റൺ ആവുന്നത്. ഓക്കെ, കണ്ടോ? 2 3 4 5 6 7 8 9 വരെയാണ് പ്രിന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു റേഞ്ച് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ കഴിഞ്ഞ് ഇപ്പോൾ 2 നമ്പർ കഴിഞ്ഞ് അടുത്ത നമ്പർ പ്രിന്റ് ചെയ്താൽ മതി. അതായത് 2 ഇപ്പം റൺ ആയെന്നുണ്ടെങ്കിൽ 3 ഇല്ല, അടുത്ത നമ്പർ 4 മാത്രം നമുക്ക് പ്രിന്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ 2 സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുക. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 2 ആണ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. 2 ആദ്യം പ്രിന്റ് ആയി, പിന്നെ 3 ഇല്ല, 4 പ്രിന്റ് ആയി, അടുത്ത് 5 ഇല്ല, 6 പ്രിന്റ് ആയി, 7 ഇല്ല, 8 പ്രിന്റ് ആയി, 9 ഇല്ല, 10 പ്രിന്റ് ആവാൻ പറ്റില്ല. കാരണം 10 വരെ ഉള്ളൂ, അതായത് ജസ്റ്റ് മുമ്പുള്ള നമ്പർ വരെ റൺ ആവത്തുള്ളൂ. ഇപ്പൊ ഞാനിവിടെ 3 ഇട്ട് കൊടുത്ത സ്റ്റെപ്പ് 3 ആണ്. ആദ്യം 2 റൺ ആവും, പിന്നെ 3 ഇല്ല, 4 ഇല്ല, പിന്നെ 5 ആയിരിക്കും റൺ ആവുന്നത്. കണ്ടോ? 2 കഴിഞ്ഞ് പിന്നെ 5, 6 ഇല്ല, 7 ഇല്ല, 8 റണ്ണായി. ഇങ്ങനെയാണ്. ഇതാണ് ഇനിഷ്യൽ, അതായത് സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ്. ഓക്കെ, ഇതിനങ്ങനെയാണ് പറയുന്നത്. ഇത് സ്റ്റാർട്ട് വാല്യൂ, എൻ വാല്യൂ, സ്റ്റെപ്പ് വാല്യൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ 4i in റേഞ്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ റേഞ്ചിനനുസരിച്ച് അത് എത്ര പ്രാവശ്യം ലൂപ്പ് റൺ ആവണമെന്ന് വെച്ചാൽ റൺ ആവും. ഇൻ കേസ് നമുക്കിപ്പോൾ എ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണെന്ന് വിചാരിച്ചു. എ ഈസ് ഈക്വൽ ടു ഞാൻ അഖിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ട്രിങ്, ഇതിനെ നമുക്ക് ലൂപ്പ് വെച്ച് റൺ ആവാം. എങ്ങനെയാണ്? 4i in എ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഐൻ്റെ ഓരോ വാല്യൂസ് നമ്മൾ എടുക്കും. ഓക്കെ, ഇനിഷ്യലി നമ്മൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പം എനിക്കിപ്പം പ്രിന്റ് എ ഓഫ് 0 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എ ഓഫ് 0 റൺ ആവും. ഓക്കെ, അതായത് എ വർക്കാവും. അടുത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ എച്ച് വർക്കാവും. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇൻ കേസ് ഇപ്പം നമ്മളിപ്പോൾ 4 ലൂപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 4i in എ എനിക്ക് കൊടുക്കാം. ഓക്കെ, 4i in എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഐന് ഓരോ വാല്യൂ എടുക്കുക, അതായത് എന്റെ ഓരോ വാല്യൂ ആണ് ഈ ഐന് ആവുന്നത്. ഓക്കെ, 4i in എ. ഓക്കെ, പ്രിന്റ് ഐ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ഓരോ വാല്യൂസ്, ഇതിൻ്റെ അകത്തുള്ള ഓരോ വാല്യൂസ് എനിക്ക് റണ്ണായി കാണിച്ചു തരും. അതായത് AKHIL. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ END ഈസ് ഈക്വൽ ടു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം ലൈനിൽ തന്നെ പ്രിന്റായി കാണിച്ചു തന്നേയിരിക്കും. കണ്ടോ? ഓക്കെ, അപ്പം 4i in എ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഐ എ എന്ന് പറയുന്ന വാല്യൂബിളിൻ്റെ അകത്തുള്ള ഓരോ വാല്യൂസ് ഐ ആയിട്ട് എടുക്കും. ഓക്കെ, ഫസ്റ്റ് ലൂപ്പിൻ്റെ അകത്ത് എങ്ങനെയാണ് റൺ ആവുന്നത്? ഐൻ്റെ വാല്യൂ എ ആയിട്ട് എടുക്കും, അടുത്തതിൽ കെ ആയിട്ട് എടുക്കും, പിന്നെ എച്ച് എടുക്കും, ഐ എടുക്കും, എൽ എടുക്കും. അങ്ങനെ ലൂപ്പ് റൺ ആയിക്കൊണ്ടേയിരിക്കും. ഇതേ സെയിം കാര്യം തന്നെ നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 1 2 3 4 5 എന്ന് ഞാൻ കൊടുത്തെന്ന് വിചാരിച്ചോ. 4i in എ എന്ന് പറഞ്ഞാൽ ഐന് 1 ആവും, പിന്നെ 2 ആവും, 3 ആവും, 4 ആവും, 5 ആവും. കണ്ടോ? 1 2 3 4 5 പ്രിന്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്.
ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ഫോർ ലൂപ്പ് നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർ ലൂപ്പിൽ തന്നെ നമ്മൾ എങ്ങനെ അത് വർക്ക് ആവണമെന്ന് പഠിച്ചു, അതുപോലെ തന്നെ റേഞ്ച് ഫംഗ്ഷനിങ് പഠിച്ചു, സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ് പഠിച്ചു, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു ഡേറ്റ ടൈപ്പ് വന്ന് അതിനെ എങ്ങനെ നമ്മൾ ഫോർ ലൂപ്പ് വെച്ച് കൺവേർട്ട് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡൗട്ട് ഡിസ്കഷൻ ഗ്രൂപ്പിൻ്റെ അത് നിങ്ങൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ടെലഗ്രാം ഡൗട്ട് ഡിസ്കഷൻ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.